ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പെരട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ബീഫ് പെരട്ട് തയ്യാറാക്കുന്നതിന് ആദ്യം നമ്മളൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക, 3 ഗ്രാമ്പ് ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറു ചൂടിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് വറുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ മസാല കൂട്ടുകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മസാല കൂട്ടുകളൊക്കെ ചേർത്ത് വറക്കുമ്പോഴേക്കും നല്ലൊരു മണം വന്നു തുടങ്ങും. അതോടൊപ്പം തന്നെ ഈ കുരുമുളക് ചെറുതായി ഒന്ന് പൊട്ടിത്തുടങ്ങും. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മതിയാക്കാവുന്നതാണ്. മസാല കൂട്ട് ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. എങ്കിൽ മാത്രമേ എണ്ണയിൽ ആ ഫ്ലേവർ പിടിക്കുകയുള്ളൂ. ബേ ലീഫ് വഴറ്റിയ ശേഷം അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയുടെ വലിപ്പം തീരെ ചെറുതാണെങ്കിൽ 4 എണ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവോളയുടെ കളറ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുക. സവോള ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും തന്നെ നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയുടെ സൈസ് തീരെ ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് നല്ല പേസ്റ്റ് പരുവത്തിലാവണം. തക്കാളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ച മസാല കൂട്ടുകൾ മിക്സർ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. തക്കാളി ചെറുതായി വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എങ്കിൽ പിന്നെ അത് പേസ്റ്റ് പരുവത്തിലാവുകയും ചെയ്യും, നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. തക്കാളിയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാല നമ്മൾ വറുത്ത് പൊടിച്ചില്ലേ, ആ മസാലപ്പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം പാത്രം അടുക്കി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സവോളയും മസാലപ്പൊടികളും ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് പെരട്ട് തയ്യാറാക്കാനായിട്ട്. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലകളെല്ലാം ഈ ബീഫിൽ പിടിക്കണം. ഇനി പെരട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുത്ത ഉടനെ വെള്ളം ഒഴിച്ച് അങ്ങ് അടച്ചു വെക്കരുത്. പകരം ബീഫിൽ നിന്നും അതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. ആ വെള്ളം വന്നതിന് ശേഷം തനിയെ അതിൽ കിടന്നങ്ങ് വറ്റണം. അതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും. ഇനി കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം 9 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കുക്കറാണ്. പെട്ടെന്ന് തന്നെ വിസിൽ വരും. അപ്പോൾ ചില സമയം ഇതിൽ വേവ് കൂടുതലാണെങ്കിൽ ബീഫ് വെന്ത് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ 9 വിസിൽ വെക്കുന്നുണ്ട്. ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണം. 9 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഞാനിത് പെരട്ടായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. ഈ വെള്ളം നമ്മൾ സ്റ്റവിൽ വെച്ച് വറ്റിച്ചെടുക്കുക. ഞാൻ കറിവേപ്പില ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാടിയ കറിവേപ്പിലയാണ്. ഇവിടെ കറിവേപ്പില ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് വാങ്ങി ഉണക്കി വെച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങൾ കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ ഉണക്ക കറിവേപ്പില ഉപയോഗിക്കുന്നത്. നന്നായിട്ട് സ്റ്റവിൽ വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് പെരട്ട് നല്ല സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.